ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം തൈറോയിഡിനെ കുറിച്ചാണ്. ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആളുകളെ അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് തൈറോയിഡ്. ഇത് സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. തൈറോയിഡ് സ്ഥിതി നമുക്ക് എല്ലാവർക്കും അറിയാം. കഴുത്തിന്റെ താഴ്ഭാഗത്തായിട്ട് ചിത്രശലഭത്തിന്റെ ആകൃതിയിലുള്ള ഗ്രന്ഥിയാണ്. നിങ്ങളുടെ ശരീരത്തിലെ രാസവിനിമയത്തെ നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിന്റെ അമിതമായ തൈറോയ്ഡ് ഹോർമോൺ ഉൽപാദനം, അതായത് ഹൈപ്പർ തൈറോയിഡിസവും അതേപോലെ തന്നെ കുറവ് തൈറോയ്ഡ് ഉൽപാദനം, അതായത് ഹൈപ്പോ തൈറോയിഡിസവും അനുസരിച്ച് തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ചില വൈകല്യങ്ങളുണ്ട്. ഹാഷിമോട്ടോസ് ഡിസീസ്, ഗോയിറ്റർ, ഗ്രേവ്സ് ഡിസീസ്, തൈറോയ്ഡ് ന്യൂഡ്യൂൾസ് എന്നിവയാണ് ഈ 4 വൈകല്യങ്ങൾ. ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ഏറ്റവും സാധാരണമായ കാരണം ഗ്രേവ്സ് രോഗമാണ്. അമിതമായി പ്രവർത്തിക്കുന്ന തൈറോയ്ഡുള്ള 70% ആളുകളെയും ഇത് ബാധിക്കുന്നു. തൈറോയ്ഡിലെ നൊഡ്യൂളുകൾ, ടോക്സിക് നോഡുലാർ ഗോയിറ്റർ അല്ലെങ്കിൽ മൾട്ടി നോഡുലാർ ഗോയിറ്റർ എന്ന അവസ്ഥ ഗ്രന്ഥി അതിന്റെ ഹോർമോണുകളെ അമിതമായി ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകും. അമിതമായ തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദനം ഇനി പറയുന്ന ലക്ഷണങ്ങളിലേക്ക് നയിക്കുന്നു. അസ്വസ്ഥത, വിയർപ്പ് വർദ്ധിക്കുക, വിറയ്ക്കുക, ഉത്കണ്ഠ, ഉറങ്ങുന്നതിന് പ്രശ്നം, കട്ടി കുറഞ്ഞ തൊലി, പൊട്ടുന്ന മുടിയും നഖങ്ങളും, പേശി ബലഹീനത, ഭാരനഷ്ടം, ഹൃദയം ഉന്തി വരിക, വീർത്ത കണ്ണുകൾ അഥവാ ഗ്രേവ്സ് ഡിസീസിൽ കാണപ്പെടുന്നു. ഹൈപ്പർ തൈറോയിഡിസം രോഗനിർണയവും ചികിത്സയും. രക്തപരിശോധനയിൽ നിങ്ങളുടെ രക്തത്തിലെ തൈറോയ്ഡ് ഹോർമോൺ അഥവാ തൈറോക്സിൻ അല്ലെങ്കിൽ T4, തൈറോയ്ഡ് ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ അഥവാ TSH എന്നിവയുടെ അളവ് അളക്കുന്നു. പിറ്റ്യൂട്ടറി ഗ്രന്ഥി TSHന്റെ ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നതിന് തൈറോയ്ഡിനെ ഉത്തേജിപ്പിക്കുന്നു. ഉയർന്ന തൈറോക്സിൻ, കുറഞ്ഞ TSH അളവ് എന്നിവ നിങ്ങളുടെ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി പ്രവർത്തിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് റേഡിയോ ആക്റ്റീവ് അയഡിൻ വായിലൂടെയോ ഒരു കുത്തിവയ്പായോ നൽകാം. തുടർന്ന് നിങ്ങളുടെ തൈറോയ്ഡ് ഗ്രന്ഥി എത്രത്തോളം പ്രവർത്തിക്കുന്നു എന്ന് അളക്കുന്നു. നിങ്ങളുടെ തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ അയഡിൻ എടുക്കുക. ധാരാളം റേഡിയോ ആക്റ്റീവ് അയഡിൻ എടുക്കുന്നത് നിങ്ങളുടെ തൈറോയ്ഡ് അമിതമായി പ്രവർത്തിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. റേഡിയോ ആക്ടിവിറ്റിയുടെ താഴ്ന്ന നില വേഗത്തിൽ പരിഹരിക്കുന്നു. മാത്രമല്ല ഇത് മിക്ക ആളുകൾക്കും അപകടകരവുമല്ല. ഹൈപ്പർ തൈറോയിഡിസത്തിനുള്ള ചികിത്സകൾ തൈറോയ്ഡ് ഗ്രന്ഥിയെ നശിപ്പിക്കുകയോ അതിന്റെ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിന്നും തടയുകയോ ചെയ്യുന്നു. മെതിമസോൾ അഥവാ ടാപ്പാസോൾ പോലുള്ള ആന്റി തൈറോയ്ഡ് മരുന്നുകൾ തൈറോയ്ഡിന്റെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിന്നും തടയുന്നു. റേഡിയോ ആക്റ്റീവ് അയഡിൻ ഒരു വലിയ ഡോസ് തൈറോയ്ഡ് ഗ്രന്ഥിയെ നശിപ്പിക്കുന്നു. നിങ്ങൾ ഇത് വായിൽ ഗുളികകളായി എടുക്കുന്നു. നിങ്ങളുടെ തൈറോയ്ഡ് ഗ്രന്ഥി അയഡിൻ എടുക്കുമ്പോൾ ഇത് റേഡിയോ ആക്റ്റീവ് അയഡിനെ വലിക്കുന്നു. ഇത് ഗ്രന്ഥിയെ നശിപ്പിക്കുന്നു. നിങ്ങളുടെ തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യാൻ ശസ്ത്രക്രിയ നടത്താം. നിങ്ങളുടെ തൈറോയ്ഡ് ഗ്രന്ഥിയെ നശിപ്പിക്കുന്ന റേഡിയോ ആക്റ്റീവ് അയഡിൻ ചികിത്സയോ ശസ്ത്രക്രിയയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹൈപ്പർ തൈറോയിഡിസം വികസിപ്പിക്കുകയും ദിവസവും തൈറോയ്ഡ് ഹോർമോൺ കഴിക്കുകയും വേണം. ഹൈപ്പോ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസത്തിന് വിപരീതമാണ് ഹൈപ്പോ തൈറോയിഡിസം. തൈറോയ്ഡ് ഗ്രന്ഥി പ്രവർത്തനരഹിതമാവുക മാത്രമല്ല ഇതിനാവശ്യമായ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ശസ്ത്രക്രിയ അല്ലെങ്കിൽ റേഡിയേഷൻ ചികിത്സയിൽ നിന്നുമുള്ള കേടുപാടുകൾ എന്നിവ മൂലമാണ് പലപ്പോഴും ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാകുന്നത്. അമേരിക്കൻ ഐക്യനാടുകളിൽ 12 വയസ്സും അതിൽ കൂടുതലുള്ള 4.6% ആളുകളെ ഇത് ബാധിക്കുന്നു. ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ മിക്ക കേസുകളും സൗമ്യമാണ്. വളരെ കുറച്ച് തൈറോയ്ഡ് ഉൽപ്പാദനം ഇനി പറയുന്ന ലക്ഷണങ്ങളിലേക്ക് നയിക്കുന്നു. ക്ഷീണം, വരണ്ട ചർമ്മം, ജലദോഷത്തിനുള്ള സംവേദനക്ഷമത, ഓർമ്മ പ്രശ്നങ്ങൾ, മലബന്ധം, വിഷാദം, ശരീരഭാരം, ബലഹീനത, ഹൃദയമിടിപ്പ് മന്ദഗതിയിലാകുക, കോമ എന്നിവയാണ്. ഹൈപ്പോ തൈറോയിഡിസം രോഗനിർണയവും ചികിത്സയും. നിങ്ങളുടെ TSH തൈറോയ്ഡ് ഹോർമോൺ അളവ് അളക്കാൻ ഡോക്ടർ പരിശോധന നടത്തും. ഉയർന്ന TSH നിലയും കുറഞ്ഞ തൈറോക്സിൻ നിലയും നിങ്ങളുടെ തൈറോയ്ഡ് പ്രവർത്തനരഹിതമാണെന്ന് അർത്ഥമാക്കുന്നു. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ നിർമ്മിക്കാൻ ഉത്തേജിപ്പിക്കുന്നതിനായി നിങ്ങളുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി കൂടുതൽ TSH പുറപ്പെടുവിക്കുന്നുവെന്നും ഈ ലെവലുകൾ സൂചിപ്പിക്കാം. തൈറോയ്ഡ് ഹോർമോൺ ഗുളികൾ കഴിക്കുക എന്നതാണ് ഹൈപ്പോ തൈറോയിഡിസത്തിനുള്ള പ്രധാന ചികിത്സ. ഡോസ് ശരിയായി ലഭിക്കുന്നത് പ്രധാനമാണ്. കാരണം വളരെയധികം തൈറോയ്ഡ് ഹോർമോൺ കഴിക്കുന്നത് ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ലക്ഷണങ്ങൾക്ക് കാരണമാകും. ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്. ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ക്രോണിക് ലിംഫോസൈറ്റിക് തൈറോയിഡൈറ്റിസ് എന്നും അറിയപ്പെടുന്നു. ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ ഏറ്റവും സാധാരണമായ കാരണമാണ്. ഇത് ഏകദേശം 14% അമേരിക്കരെ ബാധിക്കുന്നു. ഏത് പ്രായത്തിലും ഇത് സംഭവിക്കാം. പക്ഷേ ഇത് മധ്യവയസ്കരായ സ്ത്രീകളിൽ സാധാരണമാണ്. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി തൈറോയ്ഡ് ഗ്രന്ഥിയെയും ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവിനെയും തെറ്റായി ആക്രമിക്കുകയും പതുക്കെ നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ രോഗം സംഭവിക്കുന്നു. ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ബാധിച്ച ചില ആളുകൾക്ക് വ്യക്തമായ ലക്ഷണങ്ങളില്ല. ഈ രോഗം വർഷങ്ങളോളം സ്ഥിരമായി തുടരും. രോഗലക്ഷണങ്ങൾ പലപ്പോഴും സൂക്ഷ്മമാണ്, അവ വ്യക്തമല്ല. അതിനർത്ഥം അവ മറ്റ് പല അവസ്ഥകളുടെയും ലക്ഷണങ്ങളെ അനുകരിക്കുന്നു എന്നാണ്. ലക്ഷണങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു: ക്ഷീണം, വിഷാദം, മലബന്ധം, നേരിയ ഭാരം, വരണ്ട ചർമ്മം, വരണ്ടതും നേർത്തതുമായ മുടി, വിളറിയ മുഖം, കനത്തതും കപരഹിതവുമായ ആർത്തവം,
തണുപ്പിനോടുള്ള അസഹിഷ്ണുത, വലുതായ തൈറോയ്ഡ് അല്ലെങ്കിൽ ഗോയിറ്റർ എന്നിവയാണ്. ഹാഷിമോട്ടോസ് രോഗനിർണയവും ചികിത്സയും. ഏതെങ്കിലും തരത്തിലുള്ള തൈറോയ്ഡ് തകരാറിനായി സ്ക്രീനിംഗ് ചെയ്യുമ്പോൾ TSH നില പരിശോധിക്കുന്നത് പലപ്പോഴും ആദ്യപടിയാണ്. മേൽപ്പറഞ്ഞ ചില ലക്ഷണങ്ങൾ നിങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ TSH അളവ്, തൈറോയ്ഡ് ഹോർമോൺ അഥവാ T3 അല്ലെങ്കിൽ T4 എന്നിവയും അളവ് പരിശോധിക്കുന്നതിന് നിങ്ങളുടെ ഡോക്ടർ രക്തപരിശോധനയ്ക്ക് ഉത്തരവിട്ടേക്കാം. ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല. തൈറോയ്ഡ് അളവ് ഉയർത്താനോ TSH അളവ് കുറയ്ക്കാനോ ഹോർമോൺ മാറ്റിസ്ഥാപിക്കാനോ മരുന്നുകൾ പലപ്പോഴും ഉപയോഗിക്കുന്നു. രോഗത്തിന്റെ ലക്ഷണങ്ങളിൽ നിന്ന് മോചനം നേടാനും ഇത് സഹായിക്കും. ഹാഷിമോട്ടോസിന്റെ അപൂർവമായ കേസുകളിൽ തൈറോയ്ഡ് ഗ്രന്ഥി ഭാഗികമായോ മറ്റോ നീക്കം ചെയ്യാൻ ശസ്ത്രക്രിയ ആവശ്യമായി വന്നേക്കാം. ഈ രോഗം സാധാരണമായി ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തുകയും വർഷങ്ങളോളം സ്ഥിരമായി തുടരുകയും ചെയ്യുന്നു, കാരണം ഇത് സാവധാനത്തിൽ പുരോഗമിക്കുന്നു. ഗ്രേവ്സ് ഡിസീസ്. 150 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമേ വിവരിച്ച ഡോക്ടറാണ് ഗ്രേവ്സ് ഡിസീസ് എന്ന് പേരിട്ടത്. ഇത് ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ഒരു സാധാരണ കാരണമാണ്. ഇത് 200-ൽ ഒരാളെ ബാധിക്കുന്നു. ശരീരത്തിന്റെ രോഗപ്രതിരോധന ശേഷി തൈറോയ്ഡ് ഗ്രന്ഥിയെ തെറ്റായി ആക്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വയം രോഗപ്രതിരോധ രോഗമാണ് ഗ്രേവ്സ്. ഇത് ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഹോർമോണിനെ അമിതമായി ഉൽപ്പാദിപ്പിക്കാൻ ഗ്രന്ഥിക്ക് കാരണമാകും. ഈ രോഗം പാരമ്പര്യമാണ്. ഇത് പുരുഷന്മാരിലോ സ്ത്രീകളിലോ ഏത് പ്രായത്തിലും ഉണ്ടാകാം. പക്ഷേ ഇത് 20-നും 30-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ വളരെ സാധാരണമാണെന്ന് ആരോഗ്യവകുപ്പിന്റെ മനുഷ്യ സേവനങ്ങളുടെയും വിശ്വസ്തത ഉറവിടം പറയുന്നു. സമ്മർദ്ദം, ഗർഭം, പുകവലി എന്നിവയാണ് മറ്റ് അപകട ഘടകങ്ങൾ. നിങ്ങളുടെ രക്തപ്രവാഹത്തിൽ ഉയർന്ന തോതിലുള്ള തൈറോയ്ഡ് ഹോർമോൺ ഉള്ളപ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ സംവിധാനങ്ങൾ വേഗത്തിലാവുകയും ഹൈപ്പർ തൈറോയിഡിസത്തിന് സാധാരണമായ ലക്ഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിൽ ഉൾപ്പെടുന്നവ ഉത്കണ്ഠ, ശോകം, ക്ഷീണം, കൈവിറയൽ, വർദ്ധിച്ച അല്ലെങ്കിൽ ക്രമരഹിതമായ ഹൃദയമിടിപ്പ്, അമിതമായ വിയർപ്പ്, ഉറങ്ങാൻ ബുദ്ധിമുട്ട്, വയറിളക്കം അല്ലെങ്കിൽ പതിവ് മലവിസർജനം, ആർത്തവചക്രം മാറൽ, ഗോയിറ്റർ, വിയർക്കുന്ന കണ്ണുകൾ, കാഴ്ച പ്രശ്നങ്ങൾ എന്നിവയാണ്. ഗ്രേവ്സ് രോഗനിർണയവും ചികിത്സയും. ലളിതമായ ഒരു ശാരീരിക പരിശോധനയിൽ വലിപ്പമാർന്ന തൈറോയ്ഡ്, വലിപ്പമാർന്ന കണ്ണുകൾ, ദ്രുതഗതിയിലുള്ള പൾസ്, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവ ഉൾപ്പെടെയുള്ള മെറ്റബോളിസം ലക്ഷണങ്ങൾ വെളിപ്പെടുത്താനാകും. ഉയർന്ന അളവിലുള്ള T4, കുറഞ്ഞ അളവിലുള്ള TSH എന്നിവ പരിശോധിക്കുന്നതിന് നിങ്ങളുടെ ഡോക്ടർ രക്തപരിശോധനയ്ക്ക് ഉത്തരവിടും. ഇവ രണ്ടും ഗ്രേവ്സ് രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. നിങ്ങളുടെ തൈറോയ്ഡ് എത്ര വേഗത്തിൽ അയഡിൻ എടുക്കുന്നു എന്ന് അളക്കുന്നതിന് റേഡിയോ ആക്റ്റീവ് അയഡിൻ ഏറ്റെടുക്കൽ പരിശോധനയും നടത്താം. അയഡിന്റെ ഉയർന്ന അളവ് ഗ്രേവ്സ് രോഗവുമായി പൊരുത്തപ്പെട്ടിരിക്കുന്നു. തൈറോയ്ഡ് ഗ്രന്ഥിയെ ആക്രമിക്കുന്നതിൽ നിന്നും ഹോർമോണുകളുടെ അമിത ഉൽപാദനത്തിന് കാരണമാകുന്ന രോഗപ്രതിരോധ സംവിധാനത്തെ തടയുന്നതിനുമുള്ള ചികിത്സകളൊന്നുമില്ല. എന്നിരുന്നാലും ഗ്രേവ്സ് രോഗത്തിന്റെ ലക്ഷണങ്ങളെ പലതരത്തിൽ നിയന്ത്രിക്കാം. പലപ്പോഴും ചികിത്സകളുടെ സംയോജനത്തിലൂടെ വേഗത്തിലുള്ള ഹൃദയമിടിപ്പ്, ഉത്കണ്ഠ, വിയർപ്പ് എന്നിവ നിയന്ത്രിക്കാനുള്ള ബീറ്റാ ബ്ലോക്കറുകൾ, നിങ്ങളുടെ തൈറോയ്ഡ് അമിതമായി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിന്നും തടയുന്നതിനുള്ള ആന്റി തൈറോയ്ഡ് മരുന്നുകൾ, നിങ്ങളുടെ തൈറോയ്ഡിന്റെ എല്ലാ ഭാഗങ്ങളും നശിപ്പിക്കാൻ റേഡിയോ ആക്റ്റീവ് അയഡിൻ, നിങ്ങളുടെ തൈറോയ്ഡ് നീക്കം ചെയ്യുന്നതിനുള്ള ശസ്ത്രക്രിയ എന്നിവ ചെയ്യാം. ആന്റി തൈറോയ്ഡ് മരുന്നുകളോ റേഡിയോ ആക്റ്റീവ് അയഡിനോ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്ഥിരമായ ഒരു ഓപ്ഷൻ വിജയകരമായ ഹൈപ്പർ തൈറോയിഡിസം ചികിത്സ സാധാരണയായി ഹൈപ്പോ തൈറോയിഡിസത്തിന് കാരണമാകുന്നു. ആ ഘട്ടത്തിൽ നിന്ന് നിങ്ങൾ ഹോർമോൺ മാറ്റിവെക്കാനുള്ള മരുന്നുകൾ കഴിക്കേണ്ടതാണ്. ചികിത്സിക്കാതെ വിടുകയാണെങ്കിൽ ഗ്രേവ്സ് രോഗം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും എല്ലുകൾ പൊട്ടുന്നതിനും ഇടയാക്കും. ഗോയിറ്റർ. തൈറോയ്ഡ് ഗ്രന്ഥി വലുതാകുകയും അർബുദമല്ലാത്ത ഒരു അവസ്ഥയുമാണ് ഗോയിറ്റർ. ലോകമെമ്പാടുമുള്ള ഗോയിറ്ററിന്റെ ഏറ്റവും സാധാരണമായ കാരണം ഭക്ഷണത്തിന്റെ അയഡിന്റെ കുറവാണ്. ലോകമെമ്പാടുമുള്ള അയഡിൻ കുറവുള്ള 800 ദശലക്ഷം ആളുകളിൽ 200 ദശലക്ഷത്തെ ഗോയിറ്റർ ബാധിക്കുന്നുവെന്ന് ഗവേഷകർ കണക്കാക്കുന്നു. ഏത് പ്രായത്തിലും ഗോയിറ്റർ ആരെയും ബാധിക്കും. പ്രത്യേകിച്ച് ലോകത്ത് അയഡിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കുറവാണ്. എന്നിരുന്നാലും 40 വയസ്സിന് ശേഷവും തൈറോയ്ഡ് തകരാറുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ത്രീകളിലും ഗോയിറ്റർ കൂടുതലായി കാണപ്പെടുന്നു. പാരമ്പര്യമായ രോഗചരിത്രം, ചില മരുന്നുകളുടെ ഉപയോഗം, ഗർഭം, റേഡിയേഷൻ എക്സ്പോഷർ എന്നിവയാണ് മറ്റ് അപകട ഘടകങ്ങൾ. ഗോയിറ്റർ കഠിനമല്ലെങ്കിൽ ലക്ഷണങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. വലിപ്പമനുസരിച്ച് ഗോയിറ്റർ വലുതായി വളരുകയാണെങ്കിൽ ഇനി പറയുന്ന ഒന്നോ അതിലധികമോ ലക്ഷണങ്ങൾ കാരണമായേക്കാം. നിങ്ങളുടെ കഴുത്തിൽ വീക്കം അല്ലെങ്കിൽ ഇറുകിയത്, ശ്വസിക്കുന്നതിനോ വിഴുകുന്നതിനോ ബുദ്ധിമുട്ടുകൾ, ചുമ അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസം, ശബ്ദത്തിന്റെ പരുക്കൻ സ്വഭാവം എന്നിവയാണ്. ഗോയിറ്റർ രോഗനിർണയവും ചികിത്സയും. നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ കഴുത്ത് പരിശോധിക്കുകയും നിങ്ങളോട് വിഴുങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്യും. ഇങ്ങനെയാണ് ശാരീരിക പരിശോധന നടത്തുന്നത്. രക്തപരിശോധനയിൽ നിങ്ങളുടെ രക്തപ്രവാഹത്തിലെ തൈറോയ്ഡ് ഹോർമോൺ, TSH, ആന്റിബോഡികൾ എന്നിവയുടെ അളവ് പരിശോധിക്കുന്നു.
ഇത് പലപ്പോഴും ഗോയിറ്ററിന് കാരണമാവുന്ന തൈറോയ്ഡ് തകരാറുകൾ നിർണ്ണയിക്കും. തൈറോയ്ഡിന്റെ അൾട്രാസൗണ്ട്, വീക്കം അല്ലെങ്കിൽ നൊഡ്യൂളുകൾ പരിശോധിക്കാൻ കഴിയും. രോഗലക്ഷണങ്ങൾ കാരണമാവുന്നത്ര കഠിനമാവുമ്പോഴാണ് ഗോയിറ്റർ സാധാരണയായി ചികിത്സിക്കുന്നത്. അയഡിന്റെ അഭാവത്തിന്റെ ഫലമാണ് ഗോയിറ്റർ എങ്കിൽ നിങ്ങൾക്ക് ചെറിയ അളവിൽ അയഡിൻ എടുക്കാം. റേഡിയോ ആക്റ്റീവ് അയഡിൻ തൈറോയ്ഡ് ഗ്രന്ഥി ചുരുക്കാൻ കഴിയും. ശസ്ത്രക്രിയ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ എല്ലാ ഭാഗങ്ങളും നീക്കം ചെയ്യും. ചികിത്സകൾ സാധാരണയായി ഓവർലാപ്പ് ചെയ്യുന്നതിനാൽ ഗോയിറ്റർ പലപ്പോഴും ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ലക്ഷണമാണ്. ഗ്രേവ്സ് രോഗം പോലുള്ള ഉയർന്ന ചികിത്സിക്കാവുന്ന തൈറോയ്ഡ് തകരാറുമായി ഗോയിറ്റർ പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു. ഗോയിറ്റർ ഉള്ളവർ സാധാരണ ഉത്കണ്ഠരല്ലെങ്കിലും ചികിത്സ നൽകാതെ പോയാൽ അവർക്ക് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഈ സങ്കീർണതകളിൽ ശ്വസിക്കാനും വിഴുങ്ങാനും ബുദ്ധിമുട്ടാണ്. തൈറോയ്ഡ് ഞൊടിയൂൾ. തൈറോയ്ഡ് ഗ്രന്ഥികളിൽ നിന്നും ഉണ്ടാകുന്ന വളർച്ചകളാണ് തൈറോയ്ഡ് ഞൊടിയൂളുകൾ. അയഡിൻ പര്യാപ്തമായ രാജ്യങ്ങളിൽ താമസിക്കുന്ന പുരുഷന്മാരിൽ 1%, 5% സ്ത്രീകളിലും തൈറോയ്ഡ് ഞൊടിയൂൾ അനുഭവിക്കുന്നു. 50% ആളുകൾക്ക് ഞൊടിയൂൾ വളരെ ചെറുതായിരിക്കും. കാരണങ്ങൾ എല്ലായ്പ്പോഴും അറിയില്ല. പക്ഷേ അയഡിന്റെ കുറവും ഹാഷിമോട്ടോസ് തൈറോയ്ഡൈറ്റിസും ഉൾപ്പെടാം. ഞൊടിയൂളുകൾ കട്ടിയുള്ളതോ ദ്രാവകം നിറഞ്ഞതോ ആവാം. കൂടുതലും അർബുദമില്ലാത്തവയാണ്. എന്നാൽ അവയിൽ ചെറിയ 1% കേസുകളും ക്യാൻസർ ആകാം. തൈറോയ്ഡുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങളെപ്പോലെ പുരുഷന്മാരെക്കാൾ സ്ത്രീകളിലാണ് ഞൊടിയൂളുകൾ കൂടുതലായി കാണപ്പെടുന്നത്. കൂടാതെ ഇരു ലിംഗങ്ങളിലെയും അപകട സാധ്യത പ്രായത്തിനനുസരിച്ച് വർദ്ധിക്കുന്നു. മിക്ക തൈറോയ്ഡ് ഞൊടിയൂളുകളും ലക്ഷണങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. എന്നിരുന്നാലും അവ ആവശ്യത്തിന് വലുതായി വരികയാണെങ്കിൽ അവ നിങ്ങളുടെ കഴുത്തിൽ വീക്കമുണ്ടാക്കുകയും ശ്വസിക്കുന്നതിനും വിഴുങ്ങുന്നതിനും ബുദ്ധിമുട്ടുകൾ, വേദന, ഗോയിറ്റർ എന്നിവയിലേക്ക് ചില ഞൊടിയൂളുകൾ തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും രക്തപ്രവാഹത്തിന് അസാധാരണമായി ഉയർന്ന അളവ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത് സംഭവിക്കുമ്പോൾ ലക്ഷണങ്ങൾ ഹൈപ്പർ തൈറോയിഡിസത്തിന് സമാനമാണ്. അവയിൽ ഇവ ഉൾപ്പെടാം: ഉയർന്ന പൾസ് നിരക്ക്, അസ്വസ്ഥത, വിശപ്പ് വർദ്ധിക്കുന്നു, ഭാരനഷ്ടം, വിറയൽ, നേർത്ത ചർമ്മം. മറുവശത്ത് ഹാഷിമോട്ടോസ് രോഗവുമായി ഞൊടിയൂൾ ബന്ധപ്പെട്ടിരിക്കുകയാണെങ്കിൽ ലക്ഷണങ്ങൾ ഹൈപ്പർ തൈറോയിഡിസത്തിന് സമാനമായിരിക്കും. ഇതിൽ ഇവ ഉൾപ്പെടുന്നു: ക്ഷീണം, ശാരീരിക ഭാരം, മുടികൊഴിച്ചിൽ, ഡ്രൈ സ്കിൻ, തണുപ്പ്, അവഹിഷ്ണുത എന്നിവയാണ്. തൈറോയ്ഡ് ഞൊടിയൂൾ രോഗനിർണയവും ചികിത്സയും. ഒരു സാധാരണ ശാരീരിക പരിശോധനയിലാണ് മിക്ക ഞൊടിയൂളുകളും കണ്ടെത്തുന്നത്. അൾട്രാസൗണ്ട്, CT സ്കാൻ അല്ലെങ്കിൽ ഒരു MRI എന്നിവയും ഇവ കണ്ടെത്താനാകും. ഒരു ഞൊടിയൂൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ മറ്റ് നടപടിക്രമങ്ങൾ ഒരു TSH പരിശോധനയും തൈറോയ്ഡ് സ്കാനും ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം എന്നിവ പരിശോധിക്കാൻ കഴിയും. ഞൊടിയൂളുകളിൽ നിന്നും കോശങ്ങളുടെ ഒരു സാമ്പിൾ എടുത്ത് ഞൊടിയൂൾ ക്യാൻസർ ആണോ എന്ന് നിർണ്ണയിക്കാൻ ഒരു മികച്ച FNA അഥവാ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ ബയോപ്സി ഉപയോഗിക്കുന്നു. ശൂന്യമായ തൈറോയ്ഡ് ഞൊടിയൂളുകൾ ജീവന് ഭീഷണിയല്ല. സാധാരണഗതിയിൽ ഞൊടിയൂളുകൾ കാലക്രമേണ മരുന്നില്ലെങ്കിൽ അത് നീക്കം ചെയ്യാൻ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ ഡോക്ടർ മറ്റൊരു ബയോപ്സി നടത്തുകയും റേഡിയോ ആക്റ്റീവ് അയഡിൻ കൂടുകയാണെങ്കിൽ ഞൊടിയൂളുകൾ ചുരുക്കാൻ ശുപാർശ ചെയ്യുകയും ചെയ്യാം. ക്യാൻസർ ഞൊടിയൂൾ വളരെ അപൂർവമാണ്. നാച്ചുറൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കനുസരിച്ച് തൈറോയ്ഡ് ക്യാൻസർ ജനസംഖ്യയുടെ 4% താഴെയാണ് ബാധിക്കുന്നത്. ട്യൂമർ തരം അനുസരിച്ച് നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ചികിത്സ വ്യത്യാസപ്പെടും. ശസ്ത്രക്രിയയിലൂടെ തൈറോയ്ഡ് നീക്കം ചെയ്യുന്നത് സാധാരണയായി തിരഞ്ഞെടുക്കാനുള്ള ചികിത്സയാണ്. റേഡിയേഷൻ തെറാപ്പി ചിലപ്പോൾ ശസ്ത്രക്രിയയ്ക്കൊപ്പമോ അല്ലാതെയോ ഉപയോഗിക്കുന്നു. ക്യാൻസർ ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പടരുകയാണെങ്കിൽ കീമോതെറാപ്പി പലപ്പോഴും ആവശ്യമാണ്. കൂടുതൽ ആരോഗ്യപരമായ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ഇത് കാണുമ്പോൾ പുതിയ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ എത്തുന്നു. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക.